വയനാട് മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടികൂടിയ ആൺകടുവയെ തൃശൂർ പുത്തൂരിലെ മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. 2 ദിവസം മുമ്പ് പിടികൂടിയ കടുവ കൂപ്പാടിയിലെ മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ നിരീക്ഷണത്തിലായിരുന്നു. പുത്തൂർ സുവോളജി പാർക്കിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് സൂരജ് സജി, പറയൂ. എസ്കെൻ, ഈ മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടികൂടിയ കടുവയാണ് ഇപ്പോൾ ഈ നമ്മുടെ തൃശൂർ സുവോളജി പാർക്കിൽ തൃശൂർ സൂവിലേക്ക് എത്തിച്ചിരിക്കുന്നത്, മൃഗശാലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ രാവിലെയാണ് ഈ കടുവയെ ഇവിടെ എത്തിക്കുന്നത്. ഒരു 7 മണിയോടുകൂടിയാണ് ഇവിടെ എത്തിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇതിനെ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന പ്രത്യേക കൂട്ടിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. കാരണം ഇത് പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ ചെറിയ കൂട്ടിലാണ് ഇതിനെ കൊണ്ടുവന്നത്. ആ കൂട് ഇപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കി അതിനുശേഷം ഇവിടുത്തെ താൽക്കാലിക കൂടുമായി ഘടിപ്പിച്ചതിന് ശേഷം ഇരു വാതിലുകളും ഒരേ സമയം തുറന്ന് കടുവയെ അകത്തേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇതിനിടയിൽ കടുവ വലിയ രീതിയിൽ ഈ ഗർജിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. എന്തായാലും മൃഗശാല അധികൃതർ ഈ കൂടിന് പുറത്തേക്ക്, അതായത് പ്രത്യേകം സജ്ജീകരിച്ച കൂട്ടിലേക്ക് ഇതിനെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇതിന്റെ ആരോഗ്യസ്ഥിതി എല്ലാം പരിഗണിച്ചതിന് ശേഷമായിരിക്കും പിന്നീട് ഇതിനെ ഈ മറ്റു കൂടുകളിലേക്ക് അല്ലെങ്കിൽ മറ്റു കടുവകളെ പാർപ്പിക്കുന്ന കൂട്ടിലേക്കെല്ലാം തന്നെ മാറ്റുക. ഒരാഴ്ചയോളം ഇതിനെ പ്രത്യേകം ക്വാറന്റൈനിൽ സജ്ജീകരിച്ച് നിർത്തുകയും അതിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുകയും ചെയ്യും. അതിനുശേഷം മാത്രമായിരിക്കും ഈ കടുവയെ മാറ്റുന്ന നടപടികളിലേക്ക് കടക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ മൃഗശാല സൂപ്രണ്ടിന്റെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. എന്താ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ നിരീക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്? ഇതിന് ഇവിടെ വൈദ്യസഹായം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ക്വാറന്റൈൻ പീരീഡിൽ ഇവിടെ സൂക്ഷിക്കാനും പിന്നീട് ഫോറസ്റ്റിന്റെ നിർദ്ദേശാനുസരണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എത്ര ദിവസമായിരിക്കും ക്വാറന്റൈൻ? തൽക്കാലം ഒരു മാസമെങ്കിലും ഇതിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ സൂക്ഷിക്കുന്നതായിരിക്കും. ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ആരോഗ്യസ്ഥിതി ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കണം ഡോക്ടർ. എന്താ പ്രാഥമികമായിട്ട് നമ്മുടെ ഒരു വിലയിരുത്തൽ എന്താ? അല്ല, ആരോഗ്യസ്ഥിതി വലിയ കുഴപ്പമില്ല, എങ്കിലും അതിൻ്റെ ബാക്കി അനാലിസിസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ മറ്റു വല്ല രോഗങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്തായാലും ഇത്തരത്തിൽ തന്നെയാണ്. കുറച്ച് ദിവസം ഇതിനെ ക്വാറന്റൈനിൽ സൂക്ഷിക്കും എന്നുള്ളതാണ് പറയുന്നത്. ക്വാറന്റൈനിൽ സൂക്ഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ കടുവയെ ഇവിടെ നിന്ന് മാറ്റുക. സാധാരണ നേരത്തെ വയനാട്ടിൽ പിടികൂടിയ കടുവയെല്ലാം പുത്തൂരിൽ പുതുതായി രൂപീകരിച്ചിട്ടുള്ള സുവോളജി പാർക്കിലേക്കായിരുന്നു, അതിനോട് ചേർന്നുള്ള മൃഗാശുപത്രിയിലേക്കായിരുന്നു മാറ്റിയിരുന്നത്. പകരം ഇത്തവണ ഈ കടുവയെ എത്തിച്ചിട്ടുള്ള തൃശൂർ മൃഗശാലയിലേക്ക് തന്നെയാണ് എത്തിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഇതിനെ ഈ ക്വാറന്റൈനിൽ പാർപ്പിച്ചുകൊണ്ട് ഇതിനു വേണ്ട ചികിത്സയും മറ്റു കാര്യങ്ങളും എല്ലാം നൽകുക. അതിനുശേഷം ഇതിന്റെ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഈ കടുവയെ പിന്നീട് ഇവിടെ നിന്ന് മാറ്റണമോ അതോ ഇവിടെ തന്നെ തുടരണമോ എന്ന സംബന്ധിച്ചെല്ലാം അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. വയനാട്ടിൽ നിന്ന് പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ എത്തിച്ച കടുവയുടെ കൂട് ഇപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ച് താഴെ ഇറക്കി. അതിനുശേഷം ഇപ്പോൾ ഇതിനെ പാർപ്പിക്കുന്ന കൂടിന്റെ വാതിൽ തുറക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. ഇതിനോട് ചേർത്ത് ഈ ചെറിയ കൂട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ 2 വാതിലുകളും ഒരേ സമയം തുറക്കും. തുറന്നു കഴിയുമ്പോൾ കടുവ അതിനകത്തേക്ക് പോകുന്നതാണ് അതിന്റെ രീതി. പക്ഷേ കടുവ പോകാൻ തയ്യാറാകാതെ വലിയ രീതിയിൽ ഗർജിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കടുവയെ കൂട്ടിൽ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമം അത് മൃഗശാല അധികൃതർ തുടരുകയാണ്. ഓക്കെ, താങ്ക് യു സൂരജ് സജി.